എടി പെണ്ണേ, നീ സിസിലിയുടെ കൊച്ചുമകളല്ലേടി? അതെ അമ്മാമ്മേ. ഇങ്ങ് വന്നേ മാളെ, നിന്നെ ഒന്ന് കാണട്ടെ. അമ്മാമ്മേനെ കണ്ടിട്ട് കുറെ കാലമായല്ലോ. അമ്മാമ്മയ്ക്ക് സുഖാണോ? എന്നാ സുഖമാടി, ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പോകുന്നു മാളെ. എനിക്കാണെങ്കിൽ കണ്ണും കാണിയല്ല, ചെവിയും കേൾക്കുകയില്ല, വായ്ക്ക് രുചിയുള്ളതൊന്നും കഴിക്കാനും പറ്റത്തില്ല. ഭൂമിക്ക് ഭാരമായിട്ടിരിക്കുന്ന എൻ്റെ പൊന്ന് തമ്പുരാൻ എന്നെ അങ്ങ് കൂട്ടിക്കൊണ്ട് പോ. ഓ, ഇങ്ങനെയൊന്നും പറയാതെ അമ്മാമ്മേ. അമ്മാമ്മേനെ എല്ലാവർക്കും ഇഷ്ടമാണ്. പ്രായമായോണ്ടല്ലേ കണ്ണ് കാണാത്ത. ഇപ്പൊ ചെറിയ പിള്ളേർക്കൊട്ടും കണ്ണ് കാണിയല്ലെന്നേ. അവർക്കൊക്കെ കണ്ണിന്റെ പ്രോബ്ലം ഉണ്ട്. അല്ലടി മോളെ, എൻ്റെ വാക്കിന് ഒരു വിലയില്ല. ഇന്നലെ ഞാൻ ആ തോമാച്ചനോടെ ചക്ക പറിക്കാൻ പറഞ്ഞിട്ട് അവനത് പറിച്ചില്ല. ഇപ്പം താണ്ടേ ഒരു അണ്ണാനിരുന്ന് ആ ചക്ക തുരന്ന് തിന്നുന്നു. നമ്മുടെ പ്ലാവിൽ ചക്കയില്ലല്ലോ അമ്മാമ്മേ. അയ്യോ, നമ്മുടെ പറമ്പിലെ അല്ല, അപ്പുറത്തെ ബാബുവിൻ്റെ പറമ്പിലെ വരിക്കച്ചക്ക. ബാബുചേട്ടന്റെ പറമ്പിലോ? ബാബുചേട്ടന്റെ പറമ്പിലോ? എനിക്ക് ഇവിടെ നോക്കിയിട്ട് പ്ലാവ് പോലും കാണാൻ പറ്റുന്നില്ലേ? അതിനെ നിൽക്കുന്ന ആനയുടെ തലപ്പേ കൂടെ സൂക്ഷിച്ചു നോക്ക്. അപ്പോൾ പ്ലാവും കാണാം, ചക്കയും കാണാം. അമ്മച്ചി, ഞാനെന്നാ പോയിക്കോട്ടെ. ഓ, ഒന്നുമില്ല അമ്മച്ചി. അത് ഞാൻ ആ ചക്കയും കണ്ടില്ല, പ്ലാവും കണ്ടില്ല, അതിനെ നിൽക്കുന്ന ആന പോലും കണ്ടില്ല. ഡോക്ടർ ഒന്ന് കണ്ണ് കാണിച്ചൊക്കെ നോർത്താ അമ്മച്ചി. കാപ്പി കുടിച്ചേച്ച് പോവാടി. അതാ മാനന്തവാടി. മാനന്തവാടി കുന്നിൻ്റെ മുകളിൽ കുറച്ച് ഇല്ലി നിപ്പുണ്ടായിരുന്നു, അതിന് തീ പിടിച്ചു. തീ പിടിച്ചെന്നോ? ന്യൂസ് ഒന്നും കേട്ടില്ലല്ലോ. ഇപ്പോഴാ തീ പിടിച്ചേ, ഇപ്പോഴാന്നേ. ഫയർ വണ്ടി പോകുന്ന ഒച്ച നീ കേട്ടില്ലേ? മാനന്തവാടിക്ക് പോകുന്നേ. ഒരു ആംബുലൻസ് പോകുന്ന പോലത്തെ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. പക്ഷെ മെയിൻ റോഡിലെ സൗണ്ട് ഇവിടെ എത്തുവോ? നീ ശ്രദ്ധിക്കാഞ്ഞിട്ടാ. അത് ആംബുലൻസ് അല്ല, ഫയറും വണ്ടിയാ. അത് മാനന്തവാടി അല്ല അമ്മച്ചി. 4-5 കിലോമീറ്റർ ദൂരെയുള്ള കാട്ടിന് തീ പിടിച്ച് അമ്മച്ചി എങ്ങനെയാ അറിഞ്ഞത്? അത് കഴിഞ്ഞ ദിവസം നമ്മുടെ ചന്ദ്രൻ വയലിലൂടെ ആരോടോ ഫോൺ വിളിച്ച് പറയുക, മാനന്തവാടിയിൽ ഒരു ഇല്ലിക്കൂട്ടം പൂത്തിട്ടുണ്ടെന്ന്. ഇപ്പം വന്ന് അതിൻ്റെ ഫോട്ടോ എടുക്കാമെന്ന്. ഇല്ലി പൂത്താൽ പിന്നെ ആ മരം മുഴുവനായിട്ട് അങ്ങ് ഉണങ്ങിപ്പോവും. പിന്നെ ഇപ്പം വേനലും കൂടിയല്ലേ, അത് ചിലപ്പോൾ തന്നെ കത്തും. വല്ല തീപ്പരിയും കിട്ടിയാൽ മതി. ചുറ്റും കാടല്ലേ, കാട്ടിലേക്ക് തീ പടരാതിരിക്കാൻ കൽപ്പറ്റേന്ന് ഫയർ എഞ്ചിൻ വിളിച്ചു പോകുന്നതാ. മാനന്തവാടിത്തെ ഫയർ എഞ്ചിൻ പോരായിരിക്കും. ഓ, ഫോണിൽ കൂടെ പറയുന്ന കേട്ടിട്ടല്ലേ അമ്മച്ചി ഇതൊക്കെ മനസ്സിലാക്കിയേ? എല്ലാവർക്കും ഇപ്പം ഈ ഫോൺ മതിയല്ലോ. ഈ മോളത്തെ സതീശൻ്റെ മൂത്തവൾ എങ്ങനെയാ വലിയ കുടുംബത്തിൽ പോയി കയറിയെന്നറിയാവോ? രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവൾ ഫോണും വിളിച്ചുകൊണ്ട് ഈ പറമ്പ് മുഴുവൻ നടപ്പായിരുന്നു അവളുടെ പണി. ഞാനല്ലേ കണ്ടുപിടിച്ചത്. അവസാനം രണ്ടിനെയും കൂടെ പിടിച്ച് കെട്ടിച്ചു. ചെന്ന് കയറിയതോ ഓടുമാനം ഒരു കാശുകാരുടെ വീട്ടിൽ. ആ പെണ്ണ് രക്ഷപ്പെട്ടു. ഞാൻ കാരണം അവൾക്കൊരു നല്ല ജീവിതം കിട്ടിയെന്ന് പറഞ്ഞാൽ അവളുടെ തള്ളയെ സമ്മതിക്കുമോ? അമ്മാമ്മ ഒരു നന്മമരം തന്നെ. ഇത്രയും സ്നേഹമുള്ള ഒരു അമ്മാമ്മ ഈ പഞ്ചായത്തിലില്ല. പക്ഷേ അവളുടെ തള്ളയ്ക്ക് അതിൻ്റെ സ്നേഹമൊന്നും എന്നോടില്ല. ആ പെണ്ണിനെ കിട്ടിയ ചെറുക്കം വന്നാൽ പോലും അവൾ കോഴി ഇറച്ചിയെ കറി വെച്ച് കൊടുക്കുകയുള്ളൂ. വല്ല പോത്തോ പന്നിയോ ആടോ ഒന്നും കൊടുക്കുകയില്ല. കോഴിക്ക് എളുപ്പമാണല്ലോ, 150 രൂപയല്ലേ വിലയുള്ളൂ. അവരുടെ വീട്ടിൽ കോഴി ഇറച്ചി കറിയാന്ന് അമ്മാമ്മയോട് ആരാ പറഞ്ഞേ? കോഴിക്കറി വെക്കുന്നതിൻ്റെ നല്ല മണം കിട്ടൂടി. അവൾ കുരുമുളകൊന്നും ചേർക്കുകയില്ല, വെറുതെ കോഴി മസാല മാത്രം ഇട്ട് കറി വെക്കും. കുരുമുളക് ഉണ്ടായിട്ട് വേണ്ടത് ചേർക്കാൻ. ഈ കുരുമുളകും മണം വഴി തന്നെയാണോ കിട്ടിയേ? അമ്മാമ്മയ്ക്ക് നെയ്യാറ്റിക്കര ഗോവനെ അറിയാവോ? ഇല്ല. നമ്മുടെ ഗാനഭൂഷണം ഇല്ല. വിക്രത്തിനെ അറിയാവോ? നമ്മുടെ ഏതിനെ അറിയാവോ? അതുമില്ല. ഈ CIA, മൊസാദ് അങ്ങനെ ഏതെങ്കിലും ടീംസിനെ ഇല്ല. അമ്മച്ചിക്ക് ഇവരെ ആരും അറിയത്തില്ലേ? അത് വേറെ ആരും അല്ല അമ്മച്ചി, അമ്മച്ചിയുടെ വൈബിന് പറ്റിയ കുറച്ച് ആൾക്കാരാ. ഈ ആരെങ്കിലും കണ്ടു കിട്ടുവാണെങ്കിൽ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു വിടാം. അതാണെങ്കിൽ അമ്മച്ചിക്ക് സന്തോഷമായിട്ട് മിണ്ടിയും പറഞ്ഞിരിക്കുകയും ചെയ്യാം. മൊസാദോ? പ്രസാദിൻ്റെ കാര്യം വല്ല ആണോ അവള് പറഞ്ഞത്? സുമതിയുടെ അനിയത്തിയുടെ മാൻ. ഇനി ആ ഗോപനും മറ്റവനും ഏതാണാവോ? ഗോപനിപ്പം നമ്മുടെ തെങ്ങേറ്റക്കാരൻ്റെ ആണെങ്കിൽ ബന്ധുവല്ലേ, ആർക്കറിയാം. ഇവളുടെ വല്ല പരിചയക്കാരും ആയിരിക്കും. എന്തോ എനിക്കിട്ട് ആക്കി പറഞ്ഞ പോലെ തോന്നുന്നു. എനിക്കതൊട്ട് മനസ്സിലായില്ല.
സാരമില്ല, നിന്നെ ഞാൻ പിടിച്ചോളാടി പെണ്ണേ. ഓ, അവളുടെ ഒരു ശൃംഗാരം. ഒരു റോസ് ഷാള് വിട്ട് അവൾ സുന്ദരിക്കോതയാണെന്നാ വിചാരം. ആ, നിന്നെ എൻ്റെ കൈ കിട്ടും. എന്നാലും അവൾ എന്നതായിരിക്കും ആക്കി പറഞ്ഞത്?